വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം സംബന്ധിച്ച സർവേ നടപടികൾ ആരംഭിച്ചു. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ നടത്തുന്നത്. അർജുൻ PS ചേരുന്നു. അർജുൻ, വിവരങ്ങൾ. രോഹിണി, എൽസൺ അതുപോലെ തന്നെ ഹാരിസൺ, ഈ 2 എസ്റ്റേറ്റ് ഭൂമികളാണ് സർക്കാർ ഇതുവരെ ഇത്തരത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് കോടതി അടക്കം ഇടപെട്ടിട്ടാണ് തുടർ നടപടിയിലേക്ക് നീങ്ങുവാൻ സർക്കാർ തയ്യാറായത്. നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. അതായത് പലരുടെ പേരുകളും ഈ പുനരധിവാസത്തിൽ എത്തുന്നത് പലതവണ ആവർത്തിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പലരെയും ഈ പുനരധിവാസത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്തിനാ തന്നെയും ഇപ്പോൾ ഇതാ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ്, അതുപോലെ തന്നെ വനം വകുപ്പ്, അതേപോലെ തന്നെ റവന്യൂ, ഇവരുടെയൊക്കെ സംയുക്തമായ ഒരു മേൽനോട്ടത്തിലാണ് ഈ സർവേ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സ്പെഷ്യൽ ഓഫീസറെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ അടക്കം നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഇന്ന് രാവിലെ 10 അംഗ സംഘം 10 പേരടങ്ങുന്ന സംഘമായാണ് ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലെത്തിയും ഇവർ ഈ പരിശോധന നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് സർവേ നടപടികൾ പൂർത്തിയാക്കുവാനാണ് ഇപ്പോഴുള്ള ശ്രമം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടടക്കം വന്നതോടുകൂടി ഇപ്പോൾ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ആളുകളെ പാർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കരട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരുടെ പേരുകളും ഇപ്പോഴും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. എന്തിനാൽ തന്നെയും കരട് ലിസ്റ്റ് പുതുക്കി ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഈ വരുന്ന 15-നുള്ളിൽ അത് നൽകണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ലിസ്റ്റിലെ ഒരു അപാകത എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അപാകതകൾ വരുമോ എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചോദിക്കുന്നത്. അതായത് മരണപ്പെട്ടവരെ അടക്കം, അതായത് ഒരു കുടുംബത്തിൽ ആരുമില്ല, ആ കുടുംബത്തിനടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ തെറ്റുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുക്കുന്ന സർവേ നടപടികൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ഈ സർവേ നടപടികൾ ആരംഭിക്കുമ്പോഴും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ നടപടികൾ ആരംഭിച്ചത്. ഈ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സർവേ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.